മലയാള വിസ്മയം. ഇത് മറുനാടിൻ്റെ മലർവാടി. ഇത്തവണ നമ്മുടെ അതിഥി നടി ഇന്ദിര നായർ. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കർണാടകമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് തുടങ്ങാമോ, ഇല്ല അഭിനയത്തെക്കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാമോ? അഭിനയം. ഏത് വയസ്സിൽ നിന്നാണ് നിങ്ങൾക്ക് അഭിനയത്തോട് താല്പര്യം തോന്നിയത്? എനിക്ക് തിയേറ്ററാണ് എൻ്റെ പ്രയോറിറ്റി. തിയേറ്ററാണ് എൻ്റെ, ഞാൻ ആദ്യം തുടങ്ങിയത് തന്നെ അവിടെ നിന്നാണ്. അങ്ങനെ ആക്ടിങ് പഠിച്ചത് തിയേറ്ററാണ്. തിയേറ്റർ ഏത് വയസ്സിൽ തൊട്ട് തുടങ്ങി? ഞാൻ BSc സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രാജുവേഷനിൽ ചേർന്നപ്പം 67 to 70 ആണ് ഗ്രാജുവേഷൻ. അപ്പോൾ 68 നമുക്ക് കോളേജിൽ തന്നെ നമ്മുടെ ഡോക്ടർ രത്ന എന്ന് പ്രൊഫസർ ഉണ്ടായിരുന്നു. ഹീസ് എ തിയേറ്റർ പേഴ്സൺ പ്ലസ് എ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പ്രൊഫഷണൽ. അപ്പോൾ അവർ നമുക്ക് കോളേജ് ടീമായിട്ട് കുറേയൊക്കെ ഇങ്ങനെ ട്രെയിനിങ് തന്നു. അപ്പോൾ 68 മുതൽ തുടങ്ങി, ഞാൻ ആക്ടിങ് തുടങ്ങി. പിന്നെ 70 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സമത്തെന്തോ എന്ന് പറഞ്ഞിട്ട് ഒരു അമച്വർ ടീമുണ്ട് മൈസൂരിൽ. അതിനിപ്പം 58 years ആയി. അപ്പോൾ അതിൽ ചേർന്നു ഞാൻ. അത് ഡോക്ടർ രത്ന വാസ് ദ പ്രസിഡൻറ്റ്. അങ്ങനെ രാമേശ്വരി വർമ്മ, ബാലഗോപാൽ വർമ്മ, വിശ്വനാഥ് മിർല, ഇങ്ങനെ കുറേ നല്ല പ്രൊഫസേഴ്സ് എല്ലാം ആ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ടീമിൽ ചേർന്നു 71. അപ്പോൾ 74 വരെ ഞാൻ ആ ടീമിൽ ഒരു 4-5 നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 74 കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാനൊരു ലോങ് ബ്രേക്ക് എടുത്തു ഫോർ 35 years. അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നാടകങ്ങൾ കാണാൻ പോകുമായിരുന്നു, പക്ഷേ പെർഫോമൻസിന് ഞാൻ പോയിട്ടില്ല. എന്താ വെച്ചാൽ പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഐ വാസ് ബിസി. പിന്നെ ജോലി, സെൻട്രൽ ഗവൺമെൻറ് ജോബ്, പിന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ആ ഒരു ഗ്യാപ്പ് 35 years ഗ്യാപ്പ് എടുത്തു. അങ്ങനെയാണ്. പിന്നെ ഞാൻ 2010 അന്ന് ഈ ഇതിൽ ഇതുവരെ 2025 വരെ തിയേറ്ററിൽ വളരെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ്, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഷോർട്ട് ഫിലിംസിൽ ഓഫർ വന്നതും ആഡ് ഫിലിംസിലും ഫീച്ചർ ഫിലിംസെല്ലാം ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു 2014 കഴിഞ്ഞിട്ടാണ്. ഒരു മലയാളിയായ നിങ്ങൾക്ക് കന്നഡ നാടകരംഗത്തിൽ അവസരം ലഭിച്ചത് എങ്ങനെയാണ്? ഞാൻ മലയാളിയാണെന്ന് തന്നെ ആർക്കും അറിയില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബാംഗ്ലൂരിൽ ഷിഫ്റ്റായി. അപ്പോൾ എൻ്റെ അച്ഛന് ബാംഗ്ലൂരിൽ പഠിച്ച് അവിടെ തന്നെ ഡിപ്ലോമ കോഴ്സ് എഞ്ചിനീയറായിട്ട് ജോലിയൊക്കെ ചെയ്തപ്പോൾ നാട്ടിൽ അച്ഛൻ്റെ നാട് ചേർത്തല, അമ്മയുടെ നാട് കോട്ടയം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അമ്മയും കൊണ്ട് കർണാടകയിൽ വന്നിട്ട് വേറെ വേറെ സ്ഥലത്ത് ട്രാൻസ്ഫർ ആവുമല്ലോ. അങ്ങനെ അവിടെയൊക്കെ വന്ന് പിന്നെ ഞാൻ സ്കൂളിങ് തുടങ്ങിയത് തന്നെ ഇവിടെ മൈസൂരാണ്. അപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പെർമനൻ്റായിട്ട് മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ തന്നെ വീട് എടുത്തിട്ട് അങ്ങനെ സെറ്റിലായി. അങ്ങനെ ഞാൻ സ്കൂളിങ് മുതൽ പിന്നെ എൻ്റെ പ്രൈമറി സ്കൂളിലൊക്കെ ക്രൈസ്തീൻ കോൺവെൻറ്റ് ഇവിടെ, പിന്നെ JSS പഠിച്ചു, പിന്നെ മഹാറാണീസ് കോളേജിൽ PUC, പിന്നെ ഈ പ്രൊഫഷണൽ പാരാമെഡിക്കൽ കോഴ്സാണ് ഈ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അവിടെ ചേർന്നു. അങ്ങനെ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് തന്നെ കന്നഡ വായിക്കാനും എഴുതാനും എല്ലാം. കന്നഡ സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. പിന്നെ ആദ്യം കുറച്ച് 2-3 വർഷം കന്നഡ മീഡിയമിൽ പഠിച്ചു, പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിന് ഷിഫ്റ്റായി. അങ്ങനെ കന്നഡ ഐ എം വെരി ഫ്ലുവൻറ്റ് ഇൻ കന്നഡ. പിന്നെ കുറച്ചായിട്ട് ഞാൻ ഈ പ്രൊഫഷണൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ജോലി 35 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ ജോലിക്ക് ചേർന്നപ്പം കേരളത്തിൽ നിന്ന് മലയാളീസ് ഫാമിലീസ് കുറേ പേഷ്യൻസ് അവിടെ ഇപ്പോഴും ഉണ്ടങ്ങനെ. അപ്പോൾ കുട്ടികളെ ഉണ്ട്, ഇങ്ങനെ ഹിയറിംഗ് ഇമ്പയർഡ് ഉള്ളത്, പിന്നെ മെൻ്റലി ചാലഞ്ച്ഡ്, പിന്നെ അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ആ മലയാളം നല്ലോണം പഠിച്ചു. പക്ഷേ എൻ്റെ മലയാളം ആക്സെൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും കുറച്ച് അങ്ങനെ സംസാരിക്കാൻ പഠിച്ചത് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ചേർന്നിട്ടാണ്. പിന്നെ കല്യാണം കഴിച്ചത് മൈ ഹസ്ബൻഡ് ഈസ് ഫ്രം തൃശ്ശൂർ. അങ്ങനെ അവരുടെ വീട്ടുകാർ ഇങ്ങനെ ആയിട്ട് മലയാളം കുറച്ചിങ്ങനെ ടച്ചിൽ. പിന്നെ സ്റ്റാർട്ടഡ് വാച്ചിങ് മലയാളം ഫിലിംസ്, ദാറ്റ്സ് മൈ ഫേവറേറ്റ്. അതുകൊണ്ട് അങ്ങനെ കണ്ട് അങ്ങനെ പഠിച്ചു. എഴുതാനും വായിക്കാൻ അറിയില്ല, ബട്ട് ഐ ക്യാൻ റെക്കഗ്നൈസ് ഫ്യൂ ലെറ്റേഴ്സ് എല്ലാം വായിക്കാൻ പറ്റും.
അങ്ങനെയാണ്. അതുകൊണ്ട് മലയാളം പിന്നെ ഞാൻ പഠിച്ചതാണ്. കന്നഡ പഠിച്ചു കഴിഞ്ഞിട്ടാണ് മലയാളം പഠിച്ചത്. അതാണ് കുറച്ച് വ്യത്യാസം സംസാരിക്കുമ്പം. മലയാളത്തിലെ ഫേവറേറ്റ് നടൻ, നടി, അങ്ങനെ ഫേവറേറ്റ് സിനിമ അങ്ങനെയൊക്കെ ഉണ്ടോ? മൈ ഫേവറേറ്റ് ഈസ് മമ്മൂട്ടി. ബട്ട് ഓഫ് കോഴ്സ് ചിലത് മോഹൻലാലിൻ്റെ ഇപ്പോൾ വാനപ്രസ്ഥം വാസ് മോഹൻലാൽസ് ബെസ്റ്റ് എൻ്റെ ഇതിൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അങ്ങനെ ചിലതൊക്കെ മോഹൻലാലിൻ്റെ ഇഷ്ടമാവും, പക്ഷേ ജനറലി ഐ ലൈക്ക് മമ്മൂട്ടീസ് പെർഫോമൻസ്. പുതിയതായിട്ട് കണ്ട പടങ്ങൾ ഏതെങ്കിലും ഓർക്കുന്നോ? പുതിയതായിട്ട് ഞാൻ സാധാരണയായിട്ട് എല്ലാ പടം OTT വരുമ്പം കാണും. ഇപ്പം തുടരും കണ്ടു, തിയേറ്ററിൽ പോയിട്ട് കണ്ടു. സോ ഇറ്റ്സ് ഓക്കെ. അതിൽ പ്രകാശ് വർമ്മയുടെ ആക്ടിങ് പെർഫോമൻസാണ് എനിക്ക് ഇനി മോഹൻലാലിനുള്ള അവൻ്റെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ശോഭന വാസ് നോട്ട്, ഷി വാസ് ഓക്കെ. എന്നാൽ പ്രതീക്ഷിച്ചു ഒരുപാട്, പിന്നെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഷി വാസ് ഓക്കെ. കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നി, അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ മലയാള നാടകങ്ങളൊക്കെ കാണുമോ? മലയാളം നാടകം ഇവിടെ വരുന്ന നാടകങ്ങൾ ഞാൻ കാണും, ഒന്നും മിസ്സാവില്ല. പക്ഷേ ഇവിടെ വരുന്നത് ഈ രംഗായണ റെപ്പർട്ടറിയിൽ അവർ തിയേറ്ററിൽ ഇവർ ബഹുരൂപി എന്നൊരു ഫെസ്റ്റിവൽ ഉണ്ടാവും എല്ലാ വർഷം. അപ്പോൾ അവർ വേറെ വേറെ സ്റ്റേറ്റ്സിൽ നിന്ന് നാടകങ്ങൾ എങ്ങനെ വരുത്തും, അങ്ങനെ മൈസൂരിൽ. അപ്പോൾ അങ്ങനെ മലയാളം നാടകം വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. വീട്ടിൽ കുറേ ഷീൽഡുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി, അവാർഡ്സിൻ്റെ അല്ലേ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അത് ഞാൻ നാടകം തുടങ്ങിയപ്പം ഇൻ്റർ കൊളീജിയേറ്റ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ ഞാൻ ബെസ്റ്റ് ആക്ട്രസ് ആണെന്ന്, ഫോർ ബെസ്റ്റ് ആക്ടിങ് എനിക്ക് കുറേ അങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഗുബ്ബി വീരണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാന പ്രൊഫഷണൽ തിയേറ്ററിൻ്റെ ആളാണ്. അവരൊക്കെ എനിക്ക് തലയിൽ കൈവച്ച് ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. അത് മറക്കാൻ ഒക്കാതെ അങ്ങനെ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഗുബിയൂരിനെ കണ്ടിട്ടുണ്ട്. അവരുടെ ഭാര്യ ജയമ്മ, അവർ രണ്ടാളും ഉണ്ടായിരുന്നു. ലെജൻഡറിയാണ്. അതെ. അവരുടെ അടുത്ത് നിന്ന് സമ്മാനം വാങ്ങി അവരിങ്ങനെ നമ്മളെ ഒന്ന് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് വെരി ഗ്രേറ്റ് തിങ് ആൻഡ് ഐ എം ലക്കി അല്ലേ അങ്ങനെ കാണുമ്പം. പിന്നെ കന്നഡ സിനിമയിലൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റൊക്കെ ഉണ്ടോ? അങ്ങനെ കാണാറില്ല. ചില സിനിമ ഇപ്പോൾ മൈസൂർ മല്ലിക വാസ് എ ഗുഡ് മൂവി, മൂക്കജ്ജിയ കനസുಗಳು, പിന്നെ ഗിരീഷ് കാസരവള്ളിയുടെ ചില സിനിമകൾ, അങ്ങനെ ബേസ്ഡ് ഓൺ നോവൽസ് ഉണ്ടല്ലോ, ശിവറാം കാരന്തിൻ്റെ അവരൊക്കെ നോവൽസ് ഉണ്ടല്ലോ, അത് എനിക്കിഷ്ടപ്പെടും അങ്ങനെ. പിന്നെ അനന്തനാഗ് ഈസ് ക്വൈറ്റ് ഗുഡ്. പിന്നെ യങ്കർ ജനറേഷനിൽ വന്നാൽ ഇപ്പോൾ അച്യുത എന്ന് ഒരാളുണ്ടല്ലോ തിയേറ്ററിൽ നിന്ന്, അച്യുത, പിന്നെ അങ്ങനെ ഒരു ടീമുണ്ട് അവരുടെയൊക്കെ അഭിനയം ഇറ്റ്സ് ടു ഗുഡ്. അങ്ങനെ അവർ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ ദ വേ ദ ആക്ട് അങ്ങനെ സിനിമയിൽ വരുമ്പോഴും ആ ഒരു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. കിഷോറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അത്രയും മലയാളത്തിലും ഉണ്ടല്ലോ, ഹിന്ദിയിലും ഉണ്ട്. അതെ. നിങ്ങൾ ആട് ജീവിതം ഓഡിഷന് പോയതിനെ കുറിച്ച് പറയാമോ? അതൊരു നല്ല ഗ്രേറ്റ് സംഭവമാണ്. എനിക്ക് കിട്ടിയില്ല, പക്ഷെ എന്നാലും പോയത് ആ ഒരു എക്സ്പീരിയൻസ്. എബോവ് 60 ന്യൂ ഫേസ് വേണമെന്നും അങ്ങനെ ഒരു ഓഡിഷന് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തയച്ചു. പിന്നെ അവർ കൊച്ചിനിൽ ഓഡിഷന് വരാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ അതിന് ഏതാന്ന് വെച്ചാൽ പിന്നെ എനിക്ക് മനസ്സിലായത് ആടുജീവിതത്തിൽ ഒരു അമ്മയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അവർ വിളിച്ചത്. അപ്പോൾ ഞാൻ കൊച്ചിന് പോയി, ഓഡിഷന് പോയി. ഫസ്റ്റ് ടൈം ഞാൻ ഓഡിഷൻ ചെയ്തതാണ്. കന്നഡത്തിലൊന്നും ഓഡിഷന് നമുക്ക് പരിചയമുള്ളത് കാരണം അവർ ഓഡിഷനൊന്നും അങ്ങനെ ഒന്നും വിളിക്കില്ല, ഡയറക്റ്റായിട്ട് എടുക്കല്ലേ. അപ്പോൾ മലയാളത്തിൽ ഞാനിവിടെ ഉള്ളതും പിന്നെ ഒരു നാടക തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ കേരളത്തിൽ അങ്ങനെ. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ഓക്കെ ലെറ്റ് മീ ഗോ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അവിടെ പോയപ്പം ബ്ലെസ്സി സാറാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ബ്ലെസ്സി സാറുണ്ടായിരുന്നു, പിന്നെ അത് എഴുതിയ അവരുണ്ടായിരുന്നു, പിന്നെ ഒരു തിയേറ്റർ ടീച്ചറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയ ഉടനെ എനിക്ക് അവിടുത്തെ ഒരു മുസ്ലിം ലേഡിയുടെ കോസ്റ്റ്യൂമൊക്കെ ഇടിച്ചു എന്നെ. അത് ഇട്ടിട്ടാണ് അവർ ഓഡിഷൻ ചെയ്യുന്നത്. പക്ഷേ ദേ വാണ്ട് ടു നോ ഹൗ ഐ ലുക്ക് ആൻഡ് ഹൗ ഐ പെർഫോം. അത്രയ്ക്കും ഡീറ്റെയിലിംഗ് വേണം അവർക്ക് ഓഡിഷൻ എന്ന് പറഞ്ഞാൽ, വെദർ ഐ സൂട്ട് ദ റോൾ എന്നങ്ങനെ.
അപ്പോൾ അത് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ബ്ലെസ്സി സാറോട് പറഞ്ഞു എൻ്റെ മലയാളം വ്യത്യാസമുണ്ട്, പക്ഷേ ഞാൻ മലയാളം പിന്നെ പഠിച്ചാണ്, കന്നഡയാണ്, പിന്നെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് സാരമില്ല ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ കൊടുത്തു എനിക്ക്. മകനെ ഗൾഫിൽ പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അമ്മയായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഡയലോഗ് ഒന്നും കൊടുത്തില്ല, ഞാൻ തന്നെ അത് ഊഹിച്ചിട്ട് ചെയ്യണം, അങ്ങനത്താണ്. എനിക്കത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കുറച്ചിങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു, എന്താ എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തോ ചെയ്ത് കൂട്ടി വെച്ചു ചെയ്ത്. പിന്നെ അയാൾ അപ്പോഴത്തേക്ക് അവർക്ക് ഒരു ഫോൺ വന്നു, പിന്നെ പോയി, പിന്നെ വന്നു. പിന്നെ അയാൾ പറഞ്ഞിങ്ങനെ ഒരു തിയേറ്റർ ഇതിൻ്റെ കൂടുതൽ അംശങ്ങൾ കാണാറുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഐ ഹാവ് ഇറ്റ് ഓൺലി തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ എന്ന് അങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഞാൻ ചോദിച്ചു ക്യാൻ ഐ ട്രൈ ഇറ്റ് അഗെയിൻ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഒരു തിയേറ്റർ ടീച്ചറുണ്ടായിരുന്നു, അവർ പറഞ്ഞു ഇങ്ങനെ കുറച്ചും കൂടി സട്ടിലായിട്ട് ചെയ്യണം, തിയേറ്ററിലാണെങ്കിൽ നിങ്ങൾ എക്സാജറേറ്റ് ചെയ്യുമല്ലോ, അങ്ങനെ പാടില്ല ഇതിന്, ബിക്കോസ് ക്യാമറ ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് അങ്ങനെ സിനിമയിൽ അത് കുറച്ച് സാധാരണയായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ അയാൾ കുറച്ച് ഹിൻറ്റ് തന്നിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സട്ടിലായിട്ട് ചെയ്തിട്ട് ഐ സെഡ് ദെൻ ഹി സെഡ് ഓക്കെ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞേച്ചു. എനിക്കറിയാം അത് കിട്ടില്ല എന്നറിയില്ലായിരുന്നു. നമ്മളെയൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഓർഗനൈസ് ചെയ്യില്ല ഇങ്ങനെ ഓഡിഷന് വേണ്ടിയിട്ട്. അയാൾ വന്നിട്ട് അയാളാണ് ഫോണിലൊക്കെ എന്നോട് സംസാരിച്ചത്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹമുണ്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ, എന്തെങ്കിലും വേറെ ചാൻസ് ഉണ്ടെങ്കിൽ യു പ്ലീസ് ലെറ്റ് മീ നോ എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്ത്. ഹീ സൈഡ് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ 2-3 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഇങ്ങനെ ഒരാൾ വിളിക്കും, സെബാസ്റ്റ്യൻ എന്ന് ഒരാൾ വിളിക്കും, അതൊരു സിനിമയ്ക്കാണ്, ലക്നൗയിലാണ് ഷൂട്ടിങ്. അപ്പോൾ അതുകൊണ്ടത് ഏത് കാരണത്തിനും വേണ്ടാന്ന് വെക്കാൻ പാടില്ല, ബിക്കോസ് ഇത് ഡയറക്റ്റായിട്ട് വിത്തൗട്ട് ഓഡിഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇത്. അതുകൊണ്ട് ചേച്ചി എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ അതൊന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പറൊക്കെ തന്നു. പിന്നെ ഡയറക്ടർ വിളിച്ചു, എന്നെ സംസാരിച്ചു. അത് ഏത് സിനിമയാണെന്ന്, എൻ്റെ ഉമ്മാൻ്റെ പേര്. അതെനിക്ക് അങ്ങനെ ഓഡിഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഡയറക്ടർ വിളിച്ചു. ഹീ ഈസ് എ വെരി യങ്സ്റ്റർ, സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട്. അവർ ഓസ്ട്രേലിയയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്തു എന്ന് തോന്നുന്നു അവർ. ഇങ്ങനെ വിളിച്ചിട്ട് ഹീ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്നൊക്കെ. നോ ഡോണ്ട് വറി അബൌട്ട് ദോസ് തിങ്സ്, വിൽ മാനേജ്. ഞാൻ മലയാളത്തിൽ ഡയലോഗ് അയച്ചു തരാം, നിങ്ങൾ മലയാളത്തിൽ ആരെങ്കിലും ഇങ്ങനെ വോയിസ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് ദെൻ യു പ്രാക്ടീസ് ഇട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു, 5-6 ദിവസം സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ചു തന്നു വാട്സപ്പിൽ. അപ്പോൾ ലക്നൗ ഷൂട്ടിങ് അവർ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായി. പിന്നെ ഞാൻ പോയി. ദേ ലുക്ക്ഡ് ആഫ്റ്റർ മീ വെരി വെൽ. ഊർവശി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സീനിയർ ആക്ടർ രാഘവൻ സർ, അവരും അവരുടെ ഭാര്യ അവരും ഒരു റൂമിലുണ്ടായിരുന്നു. ഊർവശി, പിന്നെ ടോവിനോ തോമസ് വാസ് ദേർ. അങ്ങനെ ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോഴാണ് എനിക്ക് ഓഫ് മൈ ഗോഡ് ഇങ്ങനെയൊക്കെ ഇൻഡസ്ട്രി ഉണ്ടാവുമോ, പിന്നെ ഞാൻ ആരാണെന്നും കൂടി ആർക്കും അറിയില്ല. ദെൻ ഈവൻ ദെൻ ദേ ടുക്ക് കെയർ ഓഫ് മീ, ദേ ട്രീറ്റഡ് മീ സോ വെൽ. അതൊരു റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു 2.5 days അവിടെ ഒരു സീനേ ഉള്ളൂ, പക്ഷെ എന്നാലും ഇറ്റ് ടുക്ക് ലിറ്റിൽ ടൈം. പിന്നെ വേറെയൊക്കെ ഷൂട്ടുണ്ടായിരുന്നു ഊർവശിയുടെ, ടോവിനോയുടെ, അതിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ വന്നു. ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അത് ഉരിയാട്ട് എന്ന മറ്റൊരു മലയാള സിനിമയിൽ അഭിനയിച്ചതിന് പറയാമോ? ഇങ്ങനെ വേറെ ഒരു ഓഡിഷനിൽ ഇങ്ങനെ ഞാൻ അയച്ചപ്പം ഉരിയാട്ട് എന്ന് പറഞ്ഞിട്ട് അത് അധികം ദിവസം ഓടിയില്ല. അത് പബ്ലിസിറ്റി കുറച്ച് കുറവായിരുന്നു. ബട്ട് ഇറ്റ്സ് എ പീരിയഡ് മൂവി. ആശിഷ് വിദ്യാർത്ഥി, പിന്നെ ജയൻ ചേർത്തല, സുനിൽ സുഗാത്ത, പിന്നെ ശ്രീജിത്ത് രവി, ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണ് അത്. അപ്പോൾ അത് ഓഡിഷന് പോയപ്പോൾ അതിലൊരു മുത്തശ്ശി ക്യാരക്ടർ. അപ്പോൾ ഐ സെഡ് ഓക്കെ, മുത്തശ്ശി ക്യാരക്ടർ ചെയ്തു. അപ്പോൾ അത് മെയിൻലി ഓൺ തെയ്യം, പീരിയഡ് മൂവിയാണ്. ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ അത് 2 ഷെയ്ഡാണ്. ഒന്നിൽ ഐ വാസ് 55-year-old ഇതായിട്ട്, പിന്നെ ഒരു 70-year-old മുത്തശ്ശിയായിട്ട് അങ്ങനെ അഭിനയിച്ചതാണ്. അപ്പോൾ ദാറ്റ് വാസ് എ ശ്രീജിത്ത് രവിയുടെ കൂടെയാണ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അവിടെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ രമേശ് പുല്ലപ്പള്ളി, ഹീസ് എ തിയേറ്റർ പേഴ്സൺ ഇൻ കണ്ണൂരിൽ. പിന്നെ അയാൾ പറഞ്ഞു
ചേച്ചി ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം നമുക്ക്, ചേച്ചിയെ ഇമ്പോർട്ടൻറ്റ് ഇങ്ങനെ ക്യാരക്ടർ വെച്ചിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, വി വിൽ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. ഐ സെഡ് ഓക്കെ, മലയാളം അല്ലേ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ അയാൾ വന്നിട്ട് സ്ക്രിപ്റ്റൊക്കെ കാണിച്ചു. ദാറ്റ് വാസ് എ ഗുഡ്. കടലാസ് പൂക്കൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അത് മൈസൂരിൽ തന്നെ ഷൂട്ടിംഗ് ചെയ്തു. അപ്പോൾ അവർ ഐ ടുക്ക് അപ്പ് മോസ്റ്റ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റി. എന്താണെന്ന് വെച്ചാൽ ലൊക്കേഷന്, ഞങ്ങളെ നാട്, അപ്പോൾ ലൊക്കേഷന്, പിന്നെ ഇവിടെ കേരള സമാജം ഇതിലൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ. ഇവിടെ കുറേ മലയാളീസ് ഉണ്ട്, മലയാളം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൽ ക്യാരക്ടേഴ്സ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരത് സമ്മതിച്ചു. എല്ലാം ഫാമിലി ഫ്രണ്ട്സാണ് എല്ലാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ലൊക്കേഷനും ഇതും ആക്ടേഴ്സ് ഇതൊക്കെ ചെയ്തു. പിന്നെ മേക്കപ്പ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്തു, സ്റ്റിൽ ഫോട്ടോഗ്രാഫി അറേഞ്ച് ചെയ്തു. ഓൺലി ദ ക്യാമറ തിങ്ങിനു കേരളത്തിൽ നിന്ന് അവർ വരുത്തിയതാണ്. ആ ഉരിയാട്ടിൽ സിനിമാറ്റോഗ്രാഫറാണ് ഇതിലും ചെയ്തത് അവർ. കടലാസ് പൂക്കളിൽ ഇറ്റ്സ് എ സ്റ്റോറി ഈസ് ലൈക്ക്, ഞാനും ഓൾഡ് ഏജ് ആയിട്ട് ഇങ്ങനെ അസുഖമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ ഞാൻ ഐ ജസ്റ്റ് ഗോ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ കളിച്ചതും, പിന്നെ സ്കൂളിൽ പോകുന്ന ഏജ്, പിന്നെ ഒരാളെ ഇഷ്ടപ്പെടുന്ന ഏജ്, കല്യാണം കഴിക്കുന്ന ഏജ്, അങ്ങനെ എല്ലാം ഐ ജസ്റ്റ് ഗോ ബാക്ക്. അങ്ങനെ അത് തിങ്കിങ് ആണ്, അതാണ് മെയിൻ ഇത്. പിന്നെ മകന് ജൂനിയർ ആര് ചെയ്തത്? അതെല്ലാം വേറെ വേറെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ കൊണ്ടുവന്നു. ഓരോ സ്റ്റേജിൽ ഓരോരോ ക്യാരക്ടറിനെ, ആക്ടറിനെ കൊണ്ടുവന്നു. ബെഡിൽ കടന്നിട്ടിങ്ങനെ ഓർക്കാണ് ഓരോ ഇത്, അത്രേ ഉള്ളൂ. അപ്പോൾ സന്തോഷ് കീഴട്ടൂർ, അയാൾ നല്ല ആക്ടറാണ്, മലയാളത്തിൽ ഇപ്പോൾ കുറേ സിനിമകളിലുണ്ട്. ഈസ് എ പെണ്ണടൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഒരു സോലോ ഇതുണ്ട്. അത് ഇറ്റ്സ് എല്ലായിടത്തും ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ ഹി ഹാസ് പെർഫോംഡ്, വെരി ഗുഡ് പെർഫോമർ. അപ്പം അയാളാണ് എൻ്റെ മകനായിട്ട് അഭിനയിച്ചത്. അപ്പം അങ്ങനെ മകന് അമ്മ വേഗം മരിക്കട്ടെ എന്ന് അങ്ങനെ എന്തോ ഒരു ആ സ്റ്റോറി ഞാൻ ഇപ്പോൾ പറയില്ല, ബിക്കോസ് ഇറ്റ്സ് ഗുഡ് വൺ. അതാണ് ചെയ്തത്. പിന്നെ പിന്നെ അവർക്ക് പ്രൊഡക്ഷനിൽ കുറച്ച് ഫൈനാൻഷ്യൽ ഇത് വന്നു എന്ന് വെച്ചാൽ ഞാൻ 50% ഓഫ് ഇത് അങ്ങനെ പ്രൊഡ്യൂസറായി, കോ പ്രൊഡ്യൂസറായി അതിൽ. അത് ഇറങ്ങിയോ യൂട്യൂബിൽ? ഇറങ്ങി. യൂട്യൂബിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലെ കോണ്ടാക്റ്റിൽ ഇനി ഒരു ഗ്രൂപ്പ് ടീം വന്നിട്ട് ഇനി ഒരു എല്ലാം പൂവാണ്, കാക്ക പൂവെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അതിലങ്ങനെ അത്ര മെയിൻ എന്നല്ല, പക്ഷേ ഇങ്ങനെ കുറച്ച് ഇതായിട്ടുണ്ട്. ദാറ്റ്സ് അബൌട്ട് എ ഗേൾ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു കുട്ടിയുടെ സ്റ്റോറിയാണ് അത്. അത് ഇവിടെ തന്നെ ലൊക്കേഷനും ഇതെല്ലാം ഞാൻ തന്നെ അറേഞ്ച് ചെയ്തു. അത് മുഴുവനും പ്രൊഡക്ഷനും ഞാൻ തന്നെ ഏറ്റെടുത്തു. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് പ്രൊഡക്ഷൻ പ്ലസ് ആസ് എൻ ആക്ടർ. ഇതൊക്കെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നതുകൊണ്ട് ലാഭം ഉണ്ടാവും നഷ്ടമാവും? ഇല്ല, ഞാൻ ഒരു സന്തോഷത്തിന് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അതിൽ നിന്ന് ലാഭമൊന്നും കിട്ടില്ല. പക്ഷെ ഇങ്ങനെ എന്തോ ഒരു ചെയ്തു എന്നുള്ള ഒരു തൃപ്തി, മനതൃപ്തി ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇത് കാണുന്നവർ ഇനിയും പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ നിർമ്മിക്കുന്ന? ഇല്ല, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടല്ലോ ഇൻഡസ്ട്രിയിൽ, അതല്ലേ കുഴപ്പം. ഒരെണ്ണം നമ്മൾ എസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേ കീപ്പ് അപ്രോച്ചിങ്. പിന്നെ ഞാനത് നിർത്തി, വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബറിൽ ഒരെണ്ണം ഞാൻ തന്നെ ചെയ്തു. ബിക്കോസ് അത് ഒരെണ്ണം ചെയ്തിട്ട് പിന്നെ അത് എൻ്റെ പ്രൊഡക്ഷൻ്റെ നെയിം ഞാൻ ഉഷസ് എന്ന് വെച്ചു. നോൺ എക്സിസ്റ്റൻസ് ആവുന്ന വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരെണ്ണം കൂടി എടുക്കാമെന്ന്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഒരു ദേവിദാസ് എന്ന് പറഞ്ഞിട്ട് ഈസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി. അവിടെ കഥയൊക്കെ എഴുതും, അവർ ഡയറക്റ്റും ചെയ്യും ഷോർട്ട് ഫിലിംസ് എല്ലാം. അപ്പോൾ അയാൾ പരിചയപ്പെട്ടു. പിന്നെ അവർ ഒരു ഫിലിം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് മീ ആസ് എ മെയിൻ ക്യാരക്ടർ. ഇപ്പോൾ ഈ ഡിമെൻഷ്യ ഒക്കെ ഉണ്ടല്ലോ, മറവിൻ്റെ ഇത്. പിന്നെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ താമസിക്കുമ്പം വാട്ട് ആർ ദ കോൺസിക്വൻസസ്, എങ്ങനെയാണ് അവൾ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുക എന്നൊക്കെ, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത് ഷോർട്ട് ഫിലിം ഏകാന്തത, ലോൺലിനെസ് എന്നാണ്, ഏകാന്തത ആണ് ടൈറ്റില്. അപ്പോൾ അത്
അത് ഞാൻ ലാസ്റ്റ് സെപ്റ്റംബറിൽ ഇവിടെ തന്നെ ലൊക്കേഷനെല്ലാം ഞാൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുഴുവൻ പ്രൊഡക്ഷൻ ഞാനാണ്. അത് അപ്പോൾ അതൊരെണ്ണം ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വൺസ് ഇൻ എ ഇയർ ഐ ഷുഡ് പ്രൊഡ്യൂസ് എ ഷോർട്ട് ഫിലിം എന്ന്. ബിക്കോസ് വേറെ ഇപ്പോൾ നമുക്ക് അത് ആക്ടിങ് പാഷനാണല്ലോ, അപ്പോൾ അത് പോവില്ലല്ലോ മനസ്സിൽ നിന്നെങ്കിൽ നമ്മൾ മരിക്കുന്നവരതുണ്ടാവും. അപ്പോൾ നമുക്ക് വെൻ ഐ ക്യാൻ അഫോർഡ് വൈ ഡോണ്ട് ഐ ഡു ഇറ്റ് അങ്ങനെ ഒരു മനസ്സിൽ വന്നു. അപ്പോൾ അതിനിങ്ങനെ നൗ ഐ എം റെഡി വൺസ് എ ഇയർ. കന്നഡത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കന്നഡത്തിലാണ്. ഒരു സ്റ്റോറി മനസ്സിലുണ്ട്. അത് സ്ക്രിപ്റ്റൊക്കെ ഞാൻ തന്നെ എഴുതണം, എഴുതിയിട്ട് ചെയ്യണമെന്നുണ്ട്. ഇത്രയൊക്കെ ഇപ്പോൾ സംവിധാനം ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ലേ? കുറേ ആൾക്കാർ എൻ്റെ സീനിയേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട്, വൈ ഡോണ്ട് യു ഡയറക്റ്റ് എ പ്ലേ, ഇറ്റ് ഈസ് ടൈം ഫോർ യു, അത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിനൊരു കോൺഫിഡൻസ് ഇല്ല എനിക്ക്. ആൻഡ് ഇറ്റ്സ് വെരി ടഫ് ടു ഗെറ്റ് ഓൾ ദ ആക്ടേഴ്സ് ടുഗെദർ ആൻഡ് ടു പ്ലാൻ. ആൻഡ് ഇതിങ്ങനെ ഷോർട്ട് ഫിലിം ഐ തിങ്ക് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി, എനിക്ക് തോന്നുന്നത് കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ടിന് നമ്മൾ മനസ്സിൽ വെച്ചാൽ മതിയല്ലോ എന്താ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഓവർ ബൈ വിത്തിൻ 3-4 days. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറിയും പിന്നെ ഡയറക്ഷനും സ്ക്രിപ്റ്റൊക്കെ ഞാൻ തന്നെ ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഹോപ്പ് ഐ സക്സീഡ് ഇൻ ഇറ്റ്. അത് ഈ ഡിസംബറിനുള്ളിൽ എടുക്കണം എന്നുണ്ട്, നോക്കട്ടെ. അങ്ങനെ അപ്പോൾ ഇതിന് ഈ ഷോർട്ട് മലയാളം ഫിലിംസിന് കുറേ ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമല്ലോ, അതിനൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു. 2-3 ചെയ്തിരുന്നു. ഫസ്റ്റ് കടലാസ് പൂക്കൾ കാക്കപ്പൂവിന് ഒരുപാട് അവാർഡ്സൊക്കെ വന്നു അതിൽ. ഇപ്പോൾ ഏകാന്തത കിട്ടിയിട്ടുണ്ട്, ഒരു 4-5 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അതിന്. കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ കലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? കലയുമായിരുന്നു പറഞ്ഞാൽ എൻ്റെ മൈ ഗ്രാൻഡ് ഡോട്ടർ ഹൂ ഈസ് ഹിയർ നൗ വിത്ത് മീ, അവൾ ചെറിയ പ്രായത്തിലൊക്കെ എൻ്റെ കൂടെ 2-3 നാടകങ്ങൾ കന്നഡ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. അനന്യ ഇപ്പോൾ അവൾ സെക്കൻഡ് ഇയർ ഡിഗ്രിയാണ്. വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. വി ഹാവ് ഷെയർഡ് ദ സെയിം സ്റ്റേജ് 2-3 നാടകത്തിൽ. ആസ് എ ഗ്രാൻഡ് മദർ ഐ ഫീൽ ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ്. ഇല്ല ഡാൻസ് പഠിക്കുന്നുണ്ട്. ഭരതനാട്യം ഇപ്പോൾ ജൂനിയർ കഴിഞ്ഞവളുടെ. പിന്നെ കഥക്ക് തുടങ്ങി, കഥക്ക് കുറച്ച് 2 വർഷം പഠിച്ചു. ഇപ്പോൾ അവൾ മോഹിനിയാട്ടത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ച് ഇപ്പോൾ മോഹിനിയാട്ടം പഠിക്കുക. എല്ലാം മൈസൂരിൽ തന്നെ. ടീച്ചേഴ്സ് എല്ലാം മലയാളികളാണ്. മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ആൾ കലാമണ്ഡലം സുചിത്ര അനിൽകുമാർ എന്ന്. അവിടെ അവർ 15-20 വർഷം കലാമണ്ഡലത്തിൽ ട്രെയിനിങ് കൊണ്ടിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ ഒരു ഷി ഹാസ് സ്റ്റാർട്ടഡ് നാട്യ കുട്ടീര എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. കുറേ കുട്ടികളുണ്ട് അവിടെ, മോഹിനിയാട്ടം പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ മൈസൂരിൽ കുറേ മലയാളികൾ അസോസിയേഷനുണ്ട്. ആ അസോസിയേഷൻ്റെ കൂടെ നിങ്ങളെ ബന്ധം എങ്ങനെയുണ്ട്? ഇത് പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇവിടെ കേരള സമാജം ഉണ്ട്. ആൻഡ് കർണാടക നായർ സൊസൈറ്റി എന്നും കൂടി ഉണ്ട്, നായർ സർവീസ് സൊസൈറ്റി എന്നുണ്ട്. മൈ ഹസ്ബൻഡ് വാസ് എ മെമ്പർ. ആ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഞാൻ കൂടി ചേർന്നു. ഹസ്ബൻഡ് മരിച്ചിട്ട് 15 years ആയി. പിന്നെ ലൈഫ് മെമ്പറായിട്ട് എൻ്റെ മകനും കൂടി ലൈഫ് മെമ്പറാണ് അതിൽ. പിന്നെ അവിടുത്തെ പരിപാടിക്ക് എല്ലാത്തിനും ഞാൻ പോവും, പക്ഷെ മകന് അത്രയും താല്പര്യമില്ല. അവന് മലയാളം സംസാരിക്കാനൊക്കെ ഇനി ബുദ്ധിമുട്ടാണ്, പഠിക്കില്ല. പക്ഷെ അത് ആക്റ്റീവായിട്ട്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത മോന് ബാംഗ്ലൂരിൽ, അവിനാഷ് ലെനോവോയിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ അവനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഹി വാണ്ട്സ് ടു ചേഞ്ച്. അവന് 2 കുട്ടികളുണ്ട്. മൂത്ത മോനിപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രി, രണ്ടാമത്തെ മോളിപ്പം 6th standard. രണ്ടാമത്തെ മോൻ ഇവിടെ. അങ്ങനെ ഇവിടെ അഭിലാഷിന് 2 കുട്ടികൾ. മോളിപ്പോൾ അനന്യ, ഞാൻ പറഞ്ഞില്ല ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്. അവളിപ്പോൾ സെക്കൻഡ് ഇയർ ഡിഗ്രിയാണ്. മോനിപ്പം 8th grade ഇവിടെ. അങ്ങനെ എല്ലാം സെറ്റിൽഡ്, ഫാമിലിയിലൊക്കെ സെറ്റിലായി. അങ്ങനെ അപ്പോൾ ഞാൻ കേരള സമാജത്തിൽ എല്ലാം പ്രസിഡൻറ്റ് മുതൽ മെമ്പേഴ്സ് എല്ലാവരും എനിക്ക് നല്ല പരിചയമുണ്ട്. ആൻഡ് എല്ലാത്തിനെ ഇതിനൊക്കെ എനിക്ക് ഗസ്റ്റായിട്ട് ക്ഷണിക്കും അവർ. അപ്പോൾ കേരള സമാജത്തിൽ അവർ ഓണച്ചന്ത വയ്ക്കും. പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ അങ്ങനെ. പിന്നെ പരിപാടികളൊക്കെ ഉണ്ടാവും, കൈകൊട്ട് കളി, പിന്നെ വേറെ
ഇതിൻ്റെ എല്ലാം ഡാൻസസ് ഒക്കെ ഉണ്ടാവും, പാട്ടുകളും ഉണ്ടാവും. എല്ലാത്തിനും ഞാൻ ചിലതൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ചിലതൊക്കെ കാണാൻ പോവും. അങ്ങനെ അത് ഓണത്തിന്റെ തീയതിയിൽ തന്നെ ഉണ്ടാവോ വേറെ ദിവസത്തിൽ? വേറെ വേറെ ദിവസം. ബിക്കോസ് തീയതിയിൽ എല്ലാവരും, ചില ആൾക്കാരൊക്കെ നാട്ടിൽ പോവല്ലോ, നാട്ടിൽ പോവും. പിന്നെ ഇവിടെ തന്നെ വേറെ ഇതിലുണ്ടാവും. അപ്പം അത് ഓണം കഴിഞ്ഞിട്ട് ഒരു മാസം ഉള്ളിൽ, ഒക്ടോബറിൽ, ഇപ്പോൾ സെപ്റ്റംബറിൽ ഓണമാണെങ്കിൽ ഒക്ടോബർ എൻഡ് വരെ ഓരോ ഇതായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്യും. പിന്നെ ഇവിടെ കേരള സമാജം വലിയ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഡൺ. ആ കേരളത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നമ്മുടെ ഇതിൽ വെച്ചിട്ട് അങ്ങനെ വലിയ ബിൽഡിംഗ് ആണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. നാട്ടുകാരൊക്കെ സഹകരണം എങ്ങനെയാണ്? ഒരു കന്നഡത്തുകാരാ? അതെ. ദേ ഓൾസോ പാർട്ടിസിപ്പേറ്റ്, ദേ ഓൾ ലൈക്ക്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഓണസദ്യ എന്ന് പറയുമ്പം വി ക്യാൻ ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ്, കന്നഡ ഫ്രണ്ട്സിനെ. അവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കും. പിന്നെ ഓണച്ചന്താവുമ്പോൾ അവർ വന്നിട്ട് സാധനങ്ങൾ വാങ്ങും, പോവും. അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ, നല്ല ഇൻറ്ററാക്ഷനാണ് ഇവിടെ. ആൻഡ് വി ഹാവ് ദെയർ സപ്പോർട്ട്. നിങ്ങൾ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഒരു ഒരെണ്ണം, ആദ്യത്തെ പേര്, രണ്ടാമത്തെ ഇത് മഹാദേവി എന്ന് പറഞ്ഞിട്ട്. അതിലെന്ത് ക്യാരക്ടറാണ്? അതിലും ആദ്യം ആ പൂജാരിയുടെ ഭാര്യയായിട്ട്, മെയിൻ പൂജാരിയുടെ ഭാര്യയായിട്ട് ചെയ്താണ്. അതൊരു 5 മാസം ചെയ്തു, ഞാൻ പോയി വന്നു. പിന്നെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി, ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതെച്ചാൽ മൈസൂരിൽ നിന്ന് പോകണം ഷൂട്ട് ചെയ്യാൻ. ചോദിക്കാൻ വിചാരിച്ചത്, അങ്ങനെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ താമസം മാറണം അങ്ങനെ തോന്നിയിട്ട് പ്ലാൻ ചെയ്തു? ഇല്ല ഇല്ല, നോ നോ നോ, ബാംഗ്ലൂർ. എന്തുകൊണ്ട് മൈസൂർ ബാംഗ്ലൂരിനെക്കാളും? മൈസൂർ ഐ ഫീൽ വെരി കംഫർട്ടബിൾ, ഹോംലി അല്ലേ. പിന്നെ ട്രാഫിക് കുറവാ. പിന്നെ ഒരു ഇവിടെ തന്നെ കുറേ വർഷങ്ങൾ ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ്, കംഫർട്ട് സോൺ ആവുമല്ലോ അല്ലേ. അതെ. അഭിനയമല്ലാതെ വേറെ എന്ത് ഹോബീസ് ആണ് നിങ്ങൾക്കുള്ളത്? സ്പീച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ഈ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി, അവരുടെയൊക്കെ ഒരു വെൽഫെയറിന്, പിന്നെ റീഹാബിലിറ്റേഷനിൽ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നത് എനിക്ക് അതൊരു പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ സ്കൂൾസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെൻറ്റർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോ, ഇല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് കുറച്ച് ഡൊണേഷൻ മാറി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ ഒരു സമാധാനത്തിനത് ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ പിന്നെ അവരുടെ കോൺടാക്ട്സ് ഒക്കെ ഉണ്ട് ഇപ്പോഴും എനിക്ക്. ദേ ഇൻവൈറ്റ് മീ ഫോർ ഫ്യൂ തിങ്സ്. അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കാനോ, ഇല്ലെങ്കിൽ ഗസ്റ്റ് ലെക്ചറായിട്ടോ, ഇല്ലെങ്കിൽ ഗസ്റ്റായിട്ടോ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ അവർ വിളിക്കും. ഇപ്പോഴും ആ ടച്ചിലുണ്ട് ഞാൻ. അതല്ലാതെ ഈ ഒരുപാട് അമച്വർ ടീംസ് ഉണ്ട് മൈസൂരിൽ. യങ്സ്റ്റേഴ്സിൻ്റെ ടീംസ് ഉണ്ട്, പിന്നെ ഓൾഡ് ടൈമേഴ്സിൻ്റെ ടീംസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇപ്പോൾ യങ്സ്റ്റർ ആ ഒരു തുടങ്ങുന്ന ടീമിലൊക്കെ അവരിപ്പം തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ അവർ വയ്ക്കും. തിയേറ്റർ ഫെസ്റ്റിവൽ വയ്ക്കുമ്പോൾ ദേ നീഡ് ഫൈനാൻഷ്യൽ ഹെൽപ്പ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യുന്നത് അതൊരു ഭാഗമാണ് എൻ്റെ സർവീസിൽ, സോഷ്യൽ സർവീസിൽ. അപ്പോൾ അവരൊക്കെ ഞാൻ ഇതല്ലാതെ ആസ് എ റിസോഴ്സ് പേഴ്സൺ ഐ ഗോ ആൻഡ് ടേക്ക് അപ്പ് ക്ലാസ്സസ്. അങ്ങനെ തിയേറ്റർ ആക്ടിങ്ങിനെ പറ്റി ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അവർക്ക് കുറച്ച് ഫൈനാൻഷ്യലായിട്ട് എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെറുതായിട്ടൊന്ന് ചെയ്യും. അങ്ങനെ യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്തിട്ട് ആ ടീമിനെ ഇങ്ങനെ പുഷപ്പ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ ഈ സീനിയേഴ്സായിട്ട് നമ്മുടെ ഒരു ഇത് കാലം കഴിഞ്ഞാൽ തിയേറ്റർ പിന്നെ വളരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സർവീസൊക്കെ ചെയ്യാറുണ്ട്, സോഷ്യൽ സർവീസ്. പിന്നെ അതല്ലാതെ കിഡ്നി ഫൗണ്ടേഷന്, പിന്നെ ഓൾഡ് ഏജ് ഹോമിന് സർവീസൊക്കെ ചെയ്യാറുണ്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട്. ഇപ്പം ഞാൻ ഈയിടെ റീസെൻ്റായിട്ട് ലാസ്റ്റ് ഡിസംബറിൽ നമ്മുടെ ഈ മാധവിക്കുട്ടി കമലാദാസിനെ കേട്ടിട്ടില്ലേ? വലിയ കവിത്രി ആൻഡ് വെരി കോൺട്രവേഴ്ഷ്യൽ വുമൻ. അവരുടെ ജീവിതത്തിൻ്റെ ഇതെല്ലാം ലൈഫ് ഹിസ്റ്ററി അല്ല, കുറച്ച് ഭാഗങ്ങൾ എഴുതായിട്ട് ഞാനൊരു സോളോ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതിപ്പോൾ ലാസ്റ്റ് ഡിസംബറിലായിരുന്നു ഫസ്റ്റ് ഷോ. നട്ടന ഇവിടെ മണ്ഡ്യ രമേശിൻ്റെ അവിടെയാണ് ചെയ്തത് ആദ്യം. കന്നഡയിൽ ഞാനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. മലയാളത്തിൽ സിനിമ വന്നിട്ടുണ്ടല്ലോ, ആമി. പിന്നെ നാടകം അവർ ചെയ്ത് കാണും, എനിക്കറിയില്ല അത്രയും
പരിചയമില്ല. പക്ഷെ കന്നഡത്തിൽ ഞാനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് ട്രാൻസ്ലേഷൻ ചെയ്തതൊക്കെ അത് ഇവിടെ ഡോക്ടർ ശ്രീപാദ് ഭട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറുണ്ട്, തിയേറ്റർ ഡയറക്ടർ. അവർ ഉടുപ്പി സൈഡിൽ നിന്നാണ് അവർ. യക്ഷഗാന അറിയാം ആൾക്ക്. അങ്ങനെ പിന്നെ കുറേ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പേര് ഇട്ട ആളാണ് അവർ, ഡോക്ടർ ശ്രീപാദ് ഭട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു സോളോ പെർഫോമൻസൊക്കെ ഇങ്ങനെ ചില വേറെ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു, സമ്മതിച്ചു, ചെയ്തു തരാമെന്ന് സമ്മതിച്ചു. അവർ തന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതി ഡയറക്റ്റൊക്കെ ചെയ്തു. അപ്പം അതിലെന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ ഞാൻ 75 അല്ലേ, അപ്പോൾ എന്നെ 75 ആവാറായിരുന്നു. അപ്പോൾ ഫിസിക്കൽ മൂവ്മെൻറ്റ്സൊക്കെ ഒരു ലിമിറ്റേഷൻസ് ആവുമല്ലോ ഒരു പ്രായമായി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അങ്ങനെ പുറകോട്ടൊന്ന് ഫ്ലാഷ് ബാക്ക് ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല, ലൈക്ക് അതേഴ്സ് ഡൂനോ, അങ്ങനെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന മാതിരി പറ്റില്ല. അപ്പോൾ അയാൾ എൻ്റെ ലിമിറ്റേഷൻസിലും മനസ്സിൽ വെച്ചിട്ട് വേറെ രീതിയിൽ അവരുടെ ലൈഫ് ഹിസ്റ്ററി കാണിക്കുന്ന മാതിരി എഴുതി. അത് അവർ ലാസ്റ്റിൽ അവർക്ക് അസുഖമായിട്ട് കടന്നില്ലേ കമലാദാസ്, ആ ഒരു സമയം എടുത്തിട്ട് അധികം മൂമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ വരും അവരുടെ ലൈഫ്, അവരുടെ കവിതകൾ ചൊല്ലി കന്നഡത്തിൽ ചൊല്ലി പറയുക. പിന്നെ ചിലതൊക്കെ നെറേഷൻ. പിന്നെ അവരുടെ ഒരു ഫാന് അവരെ കാണാനായിട്ട് വരും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർ ഉത്തരം പറയുന്ന മാതിരി അവർ ഇത് വെച്ചു. പക്ഷെ അത് രണ്ടും ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ക്യാരക്ടറില്ല, അതങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട് ഇവർ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് ഡയറക്റ്റ് ചെയ്തു. ഇപ്പം 5 ഷോസ് കഴിഞ്ഞത്. ഇവിടെ 3 ബാംഗ്ലൂരിൽ 2 കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഈ സെപ്റ്റംബർ 20th മൈസൂരിൽ ഇനി ഒരു ഷോ, പിന്നെ ബാംഗ്ലൂർ രംഗശങ്കര, അതിലെനിക്ക് ആ സെപ്റ്റംബർ 30 അവർ ഡേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതും കൂടി അവിടെ ചെയ്യും. 1 മണിക്കൂറേ ഉള്ളത്. 1 മണിക്കൂർ ഡയലോഗ് ഫുള്ള്. അതെ 1 മണിക്കൂർ. അതാണ് ആദ്യം മണ്ഡ്യ രമേശ് നട്ടനയിൽ ചെയ്തപ്പം അയാൾക്ക് അതാണ് എൻ്റെ കാല് നമസ്കരിച്ചു. കാലിട്ടിട്ടങ്ങനെ, അമ്മ ഈ പ്രായത്തിൽ ഇത്രയും ഡയലോഗ് മറക്കാണ്ട്, പിന്നെ 1 മണിക്കൂർ ഞാൻ സ്റ്റേജിമേ ഓഡിയൻസിനെ പിടിക്കണമല്ലോ, ഇങ്ങനെ അത് ഇങ്ങനെ ചെയ്താൽ ഞാൻ വലിയ ഒരു നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് വലിയ ഇഷ്ടമായി. ബാംഗ്ലൂരിൽ നിന്ന് ശ്രീദേവി ഉണ്ണി വന്നു ഈ നാടകം കാണാൻ. കന്നഡ ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് കന്നഡത്തിലാണ് ഞാൻ അഭിനയിക്കാൻ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വരാം, എൻ്റെ അഭിനയം എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ ആമയിൽ മാധവിക്കുട്ടിയുടെ മുത്തശ്ശിയായിട്ട് ശ്രീദേവി ഉണ്ണിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നല്ലോ അവർക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നാടകം കഴിഞ്ഞിട്ട് ശ്രീദേവി ഉണ്ണിയെ സ്റ്റേജിമേ വരുത്തിയിട്ട് ഞാൻ ഓഡിയൻസിന് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇവരാണ് ചെയ്തതെന്നൊക്കെ. അങ്ങനെ ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായമായിരുന്നു. ഇനിയും എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? ഇപ്പോൾ ഈ വയസ്സിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ എന്താണ്? ഇപ്പം ഞാൻ ആഗ്രഹിച്ചത് എല്ലാം ഓൾമോസ്റ്റ് 99% എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, മോഹങ്ങളൊന്നുമില്ല. ഓക്കെ, അത് എല്ലാം ഇതൊക്കെ ഇത്രയ്ക്കും ആവാനൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയല്ലോ എന്നുള്ളത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയുടെ, എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട്, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട്, എനിക്ക് ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ സപ്പോർട്ട്, ഇതെല്ലാം കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നത്. പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 75 ഇയേഴ്സ് കഴിഞ്ഞു. ഇനി എനിക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഇനി അഭിനയിക്കാനുള്ള ഒരാഗ്രഹമുണ്ട്. മലയാളം സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം ഇനിയും ഉണ്ട്. അത് പോവില്ല എന്ന് തോന്നുന്നു എനിക്ക്. ദാറ്റ്സ് മൈ പാഷൻ, ഇറ്റ്സ് ഹിയർ ഇൻസൈഡ്. അങ്ങനെ പിന്നെ ദിവസം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തോ അസുഖം വരാണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രി കാലത്തെ എണീക്കാം, അപ്പോഴത്തേക്ക് എനിക്ക് മരണം സംഭവിക്കണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. എന്താ വെച്ചാൽ
ആർക്കും ഒരു ബുദ്ധിമുട്ടും കൊടുക്കാൻ പാടില്ല, പിന്നെ കടന്നു പോകരുത്, ഇങ്ങനെ ബെഡ് റിഡൻ ആവാൻ പാടില്ല, കഷ്ടങ്ങൾ അനുഭവിക്കാൻ പാടില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. മരണത്തിന്റെ കാര്യം പറയണ്ട. അല്ല അങ്ങനെ ഒരു അല്ല അത് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്നല്ലേ? മമ്മൂക്കനെ മമ്മൂക്കയുടെ അമ്മൂമ്മയാണോ? മമ്മൂക്കനെ ആദ്യം കാണട്ടെ, എനിക്ക് ഒരു ദിവസം പ്രാവശ്യം കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഇനി അത് സംഭവിക്കില്ല. അതൊന്നും ഇപ്പം അത് ആദ്യം ഉണ്ടായിരുന്നു മലയാളം സിനിമയിൽ. എനിക്ക് കുറച്ചൊക്കെ ചാൻസ് കിട്ടിയപ്പം ഇപ്പോൾ രഞ്ജി പണിക്കർ അവരുടെ ഈ ഫേസ്ബുക്കിലായിട്ട് എനിക്ക് പരിചയപ്പെട്ടു. ഈവൻ നൗ വി ആർ ഇൻ വി ചാറ്റ് അങ്ങനെ ടീച്ച്. അപ്പോൾ അവരോട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ഇങ്ങനെ എനിക്കൊന്ന് മമ്മൂക്കനെ കാണണം, ഒന്ന് സഹായിക്കുമെന്ന്. അയാൾ ചിരിച്ചു. അങ്ങനെ അതുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം എനിക്കത് സാധിക്കില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല. ഇനി അത് കിട്ടാൻ പോണില്ല. ഇപ്പം നൗ ഐ ഡോണ്ട് ട്രൈ ഓൾസോ. ഇപ്പോൾ ഓഡിഷനൊക്കെ ഞാൻ അങ്ങനെ ഇപ്പം ഇടില്ല. ഇപ്പം മലയാള സിനിമയിൽ കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് ഞാനത് വിട്ടു. കിട്ടിയെങ്കിലും മമ്മൂക്കയുടെ അമ്മൂമ്മയായിട്ട് അഭിനയിക്കോ? ഓ പിന്നെ മമ്മൂക്കയുടെ വീട്ടിലെ ഒരു വേലക്കാരത്തിയായിട്ട് ആ ക്യാരക്ടർ കിട്ടിയാലും ഞാൻ അഭിനയിക്കും. ഞാൻ വയസ്സിന്റെ കണക്കിൽ പറഞ്ഞതാ. ഇതുവരെ നിങ്ങളുടെ ജേർണിയെ പറ്റി സംസാരിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. കുറേ അധികം വർത്താനം പറഞ്ഞു എന്ന് തോന്നുന്നു. എനിക്ക് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഓർ യൂസ്ഫുൾ ടു യു. എനിവേ, ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാവർക്കും കൂടി എൻ്റെ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. മറുനാടിൻ്റെ സ്വന്തം മലർവാടിയായ മലയാള വിസ്മയത്തിന് എല്ലാവിധ ആശംസകളും നേരും. സബ്സ്ക്രൈബ് ചെയ്യൂ, പ്രോത്സാഹിപ്പിക്കൂ.